ഹായ് ചങ്കളെ, നമ്മളെ കൃഷ്ണേട്ടനാട്ടാ. കൃഷ്ണേട്ടനായിട്ട് ഞങ്ങൾ പോവാണ് അല്ലേ കൃഷ്ണേട്ടാ? ഹായ് ചങ്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വടമുക്ക് ബംഗാളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് നമ്മളെ നാട്ടിൽ തന്നെയാണ്, പടിഞ്ഞാറ് വീടറ ഭാഗത്താണ് പണി. ഇത് നമ്മുടെ രവിയേട്ടൻ്റെ വീടാണ്, നമ്മുടെ നാട്ടിലുള്ള രവിയേട്ടൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെ ഒരു തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടാ. അപ്പോൾ അത് ചെടിച്ചങ്ക ഒക്കെ വാടിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് ഇടുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കൊല വാടിയിട്ട് നിൽക്കുകയായിരുന്നു. 2 കൊല 3 കൊല ഉണ്ടായിരുന്നു. പക്ഷെ ഒക്കെ അവരെ സൈഡിലേക്ക് എവിടേക്കും ഇടാൻ പറ്റില്ല. അവിടെ ഓരോ പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയ കാരണം പിടിച്ചിട്ട് ഇടണം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീടുണ്ട് കേട്ടോ. ആ തണലിൻ്റെ തൊട്ടപ്പുറത്തുള്ള മേനിക്കാൻ്റെ വീടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലും തെങ്ങരുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ റഷീദ് ഖാൻ്റെ വീടുണ്ട്. റഷീദ് ഖാൻ്റെ വീട്ടിലും പണി ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് മേനിക്ക. അവരുടെ വീട്ടിൽ ഒരു 12 തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ ആ തെങ്ങേറ്റവും കഴിഞ്ഞിട്ടാണ്. ഇതാണ് മേനിക്കാൻ്റെ വീട്. കണ്ടില്ലേ, തേങ്ങ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ ഒരു തെങ്ങ് രവിയേട്ടൻ്റെ അവിടെ കയറി, പിന്നെ മേനിക്കാൻ്റെ അവിടെ കയറി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിഞ്ഞ് റഷീദ് ഖാൻ്റെ അവിടേക്കാട്ട് പോകാനുള്ളത്. റഷീദ് ഖാൻ്റെ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം റഷീദ് ഖാൻ്റെ അവിടെ ഒരു 4 തെങ്ങുണ്ട്. അതിൻ്റെ മുന്നേ ഇവിടെ ഈ വീട്ടിൽ മരയത്തുണ്ട്. മരയത്താൻ്റെ വീട്ടിൽ ഒരു തെങ്ങുണ്ടായിരുന്നു കേട്ടോ. അതും കയറി കൊടുത്ത്. അപ്പോൾ അവിടുന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം റഷീദ് ഖാൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇത് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ അവർക്ക് വിളിച്ചത്. അപ്പോൾ ഇത് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് റഷീദ് ഖാൻ്റെ വീട് കേട്ടോ. ഞാൻ വണ്ടി കുറച്ച് മേപ്പെട്ടാണ് ഇട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തുള്ള സമീർ ഖാൻ്റെ വീടാണ്. അവരവിടെ തെങ്ങൊന്നും കയറാനില്ല, ഒരു തെങ്ങുള്ളൂ. പക്ഷേ ഇപ്പോൾ കയറണ്ടായിരുന്നു. ഇതാണ് റഷീദ് ഖാൻ്റെ വീട് കേട്ടോ. അപ്പോൾ റഷീദ് ഖാൻ്റെ വീട്ടിൽ ഇവിടെ 4 തെങ്ങുണ്ട്. അപ്പോൾ ആ 4 തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോണ പോക്കിൽ നമുക്ക് ടാങ്കി കഴുകാനുള്ള ഒരു ഇതും കിട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പോണ പോക്കാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ കടയിൽ കയറിയതാണ്. അപ്പോൾ അവിടെ കയറിയേക്ക് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഇപ്പോൾ വടമുക്കിൽ തന്നെയാണ് ഇപ്പോൾ ഈ കടയിട്ട മുജാഹിദ് പള്ളിയുടെ തൊട്ടടുത്താണ്. ഇത് നമ്മളെ കൂട്ടുകാരനാണ്, ബേബിയും ഭായിയാണ്. അപ്പോൾ എൻ്റെ കടയിലും കുറച്ച് നേരമൊക്കെ നിന്ന് ഇതാക്കിയേക്ക് സിമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 2-3 ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ അവർക്കൊക്കെ സിമെൻറ്റൊക്കെ പിടിച്ച് വെച്ച് കൊടുത്ത് പിന്നെ കടയിൽ ഇങ്ങനെ വെറുതെ ഉണ്ടപ്പോൾ അപ്പോൾ കുഞ്ഞാപ്പുക്കാൻ്റെ കടയിൽ നിന്ന് 2 ആൾക്കാർക്ക് സിമെൻറ്റൊക്കെ പിടിച്ച് വെച്ച് കൊടുത്തിട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും നമുക്കൊരു 5 മണിക്ക് നമുക്ക് വീണ്ടും ഒരു ടാങ്കി കഴുകാൻ പോകണ്ട്, വാട്ടർ ടാങ്ക്. അത് ഇവിടെ ഇപ്പോൾ നമ്മൾ തെങ്ങേറാൻ പോയതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ആ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓരോ ദിവസം ഓരോ തരത്തിലാണ് കേട്ടോ. അപ്പോൾ മൂപ്പര് സിമെൻറ്റ് എടുക്കാൻ വേണ്ടി വന്നാൽ അറബാനയിൽ സിമെൻറ്റ് എടുക്കേണ്ടി വന്നാൽ. അപ്പോൾ ഞാൻ ആ വണ്ടി എടുത്തിട്ടൊന്ന് കറങ്ങി നോക്കിയിട്ടാണ്. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം വേണം നമുക്ക് ടാങ്കി കഴുകാൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേന് പിന്നെ വരുമെന്ന് വിചാരിച്ചപ്പോഴത്തേന് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടാണ്. അപ്പോൾ നമ്മളെ വണ്ടി ഇതവിടെ കിടക്കുന്നത്. എൻ്റെ കടറ തന്നെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ വണ്ടി ഇട്ടുണ്ടായിരുന്നത്. നമ്മൾ വണ്ടിയിൽ കയറ്റാനാണ് വിചാരിച്ചിട്ടുണ്ടാവും മൂപ്പര്. ഞാൻ വെറുതെ ഒന്ന് തമാശാക്കി നോക്കിയതാണ്. മൂപ്പരനോട് ഇതിൽ പിടിച്ച് കയറ്റാതെ. അപ്പോൾ മൂപ്പര് പോയി കഴിഞ്ഞതിന് ശേഷം ബിബിംബൈയുടെ അവിടെ നിന്ന് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അത് മൂപ്പരെ ശിഷ്യൻ തന്നെ നമ്മളെ വണ്ടിയിൽ കൊടുന്നിരുന്നൊക്കെ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇനി വീണ്ടും സൂരജ് ബായി വന്ന് സിമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. സൂരജ് ബായിക്കും സിമെൻറ്റ് പിടിച്ചടിച്ചു കൊടുത്ത്, സൂരജ് ബായിയുടെ ബൈക്കിൻ്റെ മുകളിലിട്ടാണ്. അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങൾ ബംഗാളിൻ്റെ കഴിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴത്തേനും ഇപ്പോൾ 3 മണിയായിട്ട് 2 മണിക്ക് വന്നിട്ട് ഓൻ്റെ കടയിൽ കുത്തിരിക്കൽ തുടങ്ങിയതാണ്. 3 മണിയായി. ഞാൻ ചോറിനാൻ വേണ്ടിയിട്ട് പോണ പോക്കിലെ ബിബിംബായിയുടെ കടയിൽ കയറിയതാണ്. ചോറിനാദ്യം കണ്ടിട്ടാണ് വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇതായിട്ട് പിന്നെ ഇനി വീണ്ടും നമ്മളിനി സംസുഖാൻ്റെ വീട്ടിലേക്ക് വാട്ടർ ടാങ്ക് കഴുകാൻ വേണ്ടി വരാണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വേണം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ബിബിംബായിയുടെ കടയിൽ കുറച്ച് നേരമൊക്കെ നിന്ന് ഓരോന്ന് ചെയ്യണതൊക്കെ കണ്ട് ഇതാണ് നമ്മൾ ടാങ്കി കഴുകാൻ വേണ്ടി വന്ന വീട് കേട്ടോ. അപ്പോഴത്തേന് ഭയങ്കര മഴയായിരുന്നു. അപ്പോഴത്തേന് 4 മണി കഴിഞ്ഞ് ഞാൻ ഇവരെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേന് ടാങ്കിയുടെ ഉള്ളിലത്തെ കളർ കണ്ടില്ലേ, എന്ത് കരിക്കട്ടമായിട്ട കളർ കണ്ട. പിന്നെ ഒക്കെ ഇതാക്കിയിട്ടൊക്കെ കഴുകി നമ്മൾ ഒരു ചാരം എന്ന് പറഞ്ഞിട്ടൊരു സോപ്പ് പൊടി ഉണ്ട് കേട്ടോ. നമ്മൾ അധികം ഇതൊന്നും ഉണ്ടാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അത് വെച്ചിട്ടാണ് വരുത്തിയത്. എന്നാലും നമ്മൾ പരമാവധിയൊക്കെ തേച്ച് വൃത്തിയാക്കി മൊത്തം ക്ലീനാക്കി കൊടുത്ത് പിന്നെ ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം അടിച്ച് അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വീണ്ടും കഴുകിയിട്ട് വൃത്തിയാക്കി കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ വെള്ളമൊക്കെ ഇതാക്കിയിട്ട് അടിച്ച് ക്ലീനാക്കിയിട്ടാണ് നമ്മൾ ടാങ്കി കഴുകലൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ ഇതേപോലത്തെ വർക്കൊക്കെ വടമുക്കിലൊക്കെ എവിടെ ഉണ്ടെന്ന് വെച്ചാലും ബംഗാളി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ബംഗാളി യൂട്യൂബ് ചാനൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് ബംഗാളി വരും. ചിലപ്പോൾ ട്രാക്ടർ പൂട്ടിലാവും, ചിലപ്പോൾ തെങ്ങേറ്റാവും, ചിലപ്പോൾ അതേമാതിരത്തെ ക്ലീനിങ് പണിയാവും. ഇന്ന പണിയൊന്നുമില്ല, എന്ത് പണിക്കും നമ്മൾ റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് വടമുക്ക് ബംഗാളിക്ക് വേണ്ടത്. അപ്പം നമ്മളെ നമ്പർ 9847092003. ഓക്കെ, 9847092003. അപ്പോൾ നമ്മളെ പരിപാടി ഇന്നത്തോണ്ട് ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയുമായി വടമുക്ക് ബംഗാളി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ ഇന്ന പരിപാടിയൊന്നുമില്ല. ആരെ വണ്ടിയിൽ വേണമെങ്കിലും ഡ്രൈവറായിട്ടും വരും കേട്ടോ. എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം.
നമുക്ക് എന്നെ പണിയൊന്നുമില്ല, എന്ത് പണിയും നമ്മൾ ഓക്കെയാണ്. ഓക്കെ, ബൈ സി യു. അപ്പോൾ ഇതുവരെ നമ്മളെ ചളി കേട്ടിരുന്ന എല്ലാവർക്കും വലിയ ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ, ബൈ സി യു.